അപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ അത് നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് 1,70,70,000 വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു. അത് 2ാം സ്ഥാനത്ത് ആയി എന്ന് അബിൻ വർക്കിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ 1,70,000 വോട്ട് ലഭിച്ച ആളാണ്. ഇപ്പോൾ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട ആളാണ്. പക്ഷെ തഴയപ്പെട്ടു. അതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന് എതിരെ വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയാനുള്ള കാരണം? മറ്റൊന്നുമല്ല, അദ്ദേഹം ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എന്നാണ്. ക്രൈസ്തവ മതവിഭാഗത്തിൽ ജനിച്ചു എന്നതാണ്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആകേണ്ടിയിരുന്ന അബിൻ വർക്കിയെ തടയാനുള്ള കാരണം അദ്ദേഹം ഒരു ക്രൈസ്തവനായി പോയി എന്നതാണ്. അതിലാണ് അബിൻ വർക്കി അതൃപ്തി രേഖപ്പെടുത്തുന്നത്. അതും കൂടി കേൾക്കാം. അപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ അത് നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് 1,70,70,000 വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു. അത് 2ാം സ്ഥാനത്ത് ആയി എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്ന കാരണം, ഒന്ന്, KPCC പ്രസിഡന്റ് ക്രൈസ്തവനാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ക്രൈസ്തവനാകാൻ പാടില്ല, മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാകണം എന്ന്. സാധാരണ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, ഇതാണ് സാധാരണ രീതിയിൽ വീതം വെക്കാറുള്ളത്. ഒരാൾ ക്രൈസ്തവൻ, ഒരാൾ ഹിന്ദു, മറ്റൊരാൾ മുസ്ലിം, ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇപ്പോൾ അത് താളം തെറ്റിക്കിടക്കുകയാണ്. ക്രൈസ്തവനാണ് KPCC പ്രസിഡന്റ്, ഹിന്ദുവാണ് പ്രതിപക്ഷ നേതാവ്, ഹിന്ദു തന്നെയാണ് UDF കൺവീനർ. എന്ന് വെച്ചാൽ അവിടെ മുസ്ലിം പ്രാതിനിധ്യമില്ല. അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ള ആളെ വന്നിരുന്നുവെങ്കിൽ അതെങ്കിലും അംഗീകരിക്കാമായിരുന്നു. അതില്ല, മുസ്ലിം പ്രാതിനിധ്യമുള്ള ആരും ഉണ്ടായില്ല. അവിടെ വന്നതും ഹിന്ദു പ്രാതിനിധ്യമുള്ള ആൾ തന്നെയാണ് OJ ജനീഷ്. എന്ന് വെച്ചാൽ ക്രൈസ്തവനായതുകൊണ്ട് മാത്രം, ക്രൈസ്തവ KPCC പ്രസിഡന്റ് ഉണ്ടായതുകൊണ്ട് മാത്രം അബിൻ വർക്കി തഴയപ്പെട്ടു. കഴിഞ്ഞ ദിവസം അബിൻ വർക്കിക്ക് കിട്ടിയ വോട്ടിന്റെ കണക്ക് ഞാൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി. വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് ഇത്രയും വോട്ടുണ്ടാക്കിയത് എന്ന് പിന്നീട് കണ്ടെത്തുകയും വോട്ടർ പട്ടിക തന്നെ തെറ്റാണ് എന്ന് കോടതി പറയുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സാങ്കേതിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ധാർമ്മിക പ്രശ്നങ്ങളും ഒക്കെയാണ്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്താണ് എന്ന് അതൊക്കെ നമ്മോട് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 1,70,70,000 വോട്ട് ലഭിച്ചു അബിൻ വർക്കിക്ക്. 1,70,70,000 വോട്ട്. ആ അബിൻ വർക്കി ഇപ്പോൾ പുറത്ത്. കേവലം 19,000 വോട്ട് ലഭിച്ച OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ ജനാധിപത്യം മാത്രമേ ഉള്ളൂ. ജനാധിപത്യത്തിൻ്റെ ഒരു ആൾരൂപമാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് പറയുന്നത്. ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് അഭിപ്രായങ്ങൾ പരസ്യമായി പറയാം, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഇതൊരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കേണ്ടേ? സംസ്ഥാന അധ്യക്ഷനാക്കിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് തന്നെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലേ നിൽക്കേണ്ട എന്നാണ് പറയുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കേണ്ട എന്നാണ് പറയുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ചുമതല നൽകും. ആ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അത് ഉത്തർപ്രദേശോ ഗുജറാത്തോ രാജസ്ഥാനോ ഒക്കെയാണ് നൽകുന്നത് എങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. പിന്നെ കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അബിൻ വർക്കിയെ പൂർണ്ണമായും ഒതുക്കുക, അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്നതേ അറിയാനുള്ളൂ. അതിനുവേണ്ടി മുന്നോട്ട് വെച്ച ന്യായം എന്നത് ക്രൈസ്തവ മതവിഭാഗത്തിൽ ജനിച്ചുപോയി അബിൻ വർക്കി എന്നാണ്. ക്രൈസ്തവ മതത്തിൽ ജനിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകേണ്ട വ്യക്തിയെ തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ക്രൈസ്തവ മതവിഭാഗത്തിൻ്റെ വക്താക്കൾ അത് സംബന്ധിച്ച് പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്
പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം മതം പറഞ്ഞ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളുടെയും ഒക്കെ ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന ചോദ്യം വരുന്നുണ്ട്. ഇതൊന്നുമല്ല, പൂർണ്ണമായും ഐ ഗ്രൂപ്പിനെ ഒതുക്കുക, രമേശ് ചെന്നിത്തല വിഭാഗത്തെ ഒതുക്കുക. അതിനുവേണ്ടി KC വേണുഗോപാൽ കളിച്ച വലിയൊരു കളിയാണ് ഇവിടെ നടന്നത്. അതിന് ക്രൈസ്തവ മതവിഭാഗത്തെ കൂട്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.